എത്ര മരണങ്ങൾ ഇപ്പൊ നടക്കുന്നു. എഴുന്നേറ്റതേ ഉള്ളോ? കഴിച്ചോ നീ എന്തേലും? കഴിച്ചു. ആദ്യം എന്തേടി? ആ ചെറുക്കൻ മണ്ടകയാണ് കാണും. അവിടെ ഇട്ടിട്ടാണോ നീ വന്നത്? പൊടിക്കുഞ്ഞൊന്നും അല്ലല്ലോ. പൊടിക്കുഞ്ഞാന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടുവാണോ നീ ചെയ്യേണ്ടത്? നീ വരുമ്പോ അവനെ കൂടെ വിളിച്ചോണ്ട് വരത്തില്ലേ? മോനെ ആദി, ഡാ നീ ഇറങ്ങി വാ. മോനെ ആദി, എന്താ പോവേ? മോനെ എന്തേലും കഴിച്ചോ? കഴിച്ചു. അമ്മ വരുമ്പോഴത്തേക്കും കുഞ്ഞി ഇവിടെ ഇരിക്കാം. കേട്ടോ, ഇരിക്കാം. അവൾ അവിടെ ഇരുത്തിയിട്ട് വന്നേക്കും. അവിടെ ഫോൺ കാണാനായിട്ട്. ഫോണേ ഉള്ളല്ലോ ഇതിനൊക്കെ. സ്വന്തം മോളോടില്ലാത്ത ഇഷ്ടമാ മരുമോളോടും കൊച്ചുമോനോടും. ആഹാ, അവള് വന്നല്ലോ. മോനെ, അമ്മ വന്നു. അമ്മേ, മോൻ കഴിച്ചോ? എന്തുവാ കഴിച്ചേ? ദോശ. നീ വന്നോ? നീ എന്തൊരു കഴിച്ചോ? കഴിച്ചില്ലമ്മേ, കഴിക്കണം. ഇവിടെ പറഞ്ഞുണ്ട്, ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെങ്ങനെയാ? അടുക്കളയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് കേർത്തില്ല. നീ ഉണ്ടെങ്കിലേ ഇവിടെ എന്തായാലും നടക്കത്തുള്ളൂ. നീ ഇനി ജോലി അടുക്കളയൊന്നും കേറണ്ട. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അവളോട് ഞാൻ പറയാം. ഞാൻ പൈസ കൊടുത്തോളാം. നീ കയറി കിടക്കാറുണ്ട്. ഫോൺ കുത്തിക്കൊണ്ടിരിക്കുക അവള്. എടി അവളെ ഇത്രയും സഹായിക്കടി പോയി. പിന്നെ അവിടെ ഇവിടെ നിർത്തിയേക്കുന്നേ. എന്നെ കൊണ്ടൊന്നും വരിക. പിന്നെ അടുക്കള അല്ലേ നീ കഴിഞ്ഞാലോ വേറെ ആളുള്ളൂ. രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു. ഒന്നും പറ്റിയതുമില്ല. എടി വെച്ചേ ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേ. നടക്കാനൊന്നും വയ്യെന്ന്. പുറം മുളക്കും. ഇവിടെ 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറുമ്പോഴേ അയ്യ പുറം മുളക്കും. ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് എടുക്കും മോനെ. നീ അടുക്കളയിൽ ജോലി ഒന്നും ചെയ്യണ്ട. ഞാൻ അവളോട് പറയാമോ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ? അമ്മ ഓർഡർ ചെയ്യണ്ട. 1 മണിക്കൂറത്തേക്കാളും ഒരു ചോറും കൂട്ടാനും ഞാൻ വെച്ചോളാം. നിനക്ക് വയ്യല്ലോ, എങ്ങനെ വെക്കാനാ? ഞാൻ വെച്ചോളാം. എന്തെങ്കിലും ഒക്കെ കാണിക്കാൻ. എനിക്ക് ഇച്ചിരി നേരം കിടക്കട്ടെ. കുക്കറിനകത്ത് ചോറ് വെച്ചേക്കാൻ കഴിക്കത്തുമില്ല സമയത്ത്. ഫോൺ കുത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. ഇവിടെ ഇത് എന്റെ സീറ്റാണല്ലോ. ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിന്റെ സീറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? നീ അവിടെ ഇരിക്കണം. ഓഹോ, അപ്പൊ കൊച്ചുമോനെ ആണ് ഇവിടെ വരാം. അവൻ തന്നെ അവൻ കഴിച്ചോട്ടെ. ഞാൻ കഴിക്കുന്നില്ല. നീ കഴിക്കണ്ടായി. നീ അറിയുമ്പോ അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനൊന്ന് പറയാഞ്ഞത്. പിന്നെ അവൾ എന്തുവാ കാണിച്ചു എന്റെ മോനോട്? ഞാൻ ഇവിടുത്തെ ആരാ? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. എന്തുവാ ഇവിടുത്തെ കാര്യങ്ങള്? എനിക്കൊന്നും പോകാൻ പറ്റത്തില്ല. എന്റെ മോനെ അവിടെ ഒന്നും ഇരുത്താൻ പറ്റത്തില്ല. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒക്കത്തില്ല. അവൾ ആരാ ഇവിടുത്തെ? എന്റെ നാത്തൂന്റെ കാര്യമാ പറഞ്ഞത്. അമ്മയ്ക്ക് അവളോട് ഒന്നും പറഞ്ഞുകൂടായോ? ഒരു ദിവസം 2 ദിവസത്തെ കാര്യമല്ല. എന്നും ഇത് തന്നെ. ഞാനും എന്റെ മോനും ഇറങ്ങുവാ. എനിക്കൊരു തീരുമാനമില്ല. ഞാൻ ഇറങ്ങുവാ. നൈസ് പെർഫോമൻസ്. എനിക്ക് ഇഷ്ടമായി. എന്തേ പേടിപ്പിക്കുകയാണ്? ഇറങ്ങിപ്പോന്ന് ഇറങ്ങിപ്പോക്കോ. ഒന്നുമില്ലെങ്കിലും അമ്മയ്ക്ക് കുറച്ച് അരി ഇട്ടാൽ മതിയല്ലോ. 2 ശല്യങ്ങളാണ് ഒഴിഞ്ഞു പോകാൻ പോകുന്നത്. ആരാണ് ശല്യം? ഇവിടെ ആരാ ശല്യം? നിന്നെ പോലെ തന്നെ എനിക്ക് അവിടെ എന്റെ മോളായിട്ട് തന്നെ എന്നെ കണക്കാക്കിയത്. നിന്നെ ആദ്യം ഇറക്കി
എന്റെ എന്ത് നഷ്ടപ്പെടുത്തിയാലും എനിക്കൊരു കുഴപ്പമില്ല അമ്മേ. കാരണം ഇവർ രണ്ടും ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിരുന്നു ഞാൻ ഇത്ര നാളും ദൈവത്തിനോട് പ്രാർത്ഥിച്ചത്. നീ അതന്നെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. നിന്നെ ആദ്യം അടിച്ചോട്ടേണ്ടത് അവളെയല്ല. ഞാൻ അടിച്ചിറങ്ങിയോളാം, എനിക്കൊരു കുഴപ്പമില്ല. ഇവർ ഇപ്പൊ തന്നെ പോലെ സമാധാനം. ഇവളൊക്കെ എന്താ ചെയ്യാനാ? ഇല്ല, ഞാൻ പോവാ. ഇവിടെ നിന്നാൽ ഇനി ശരിയാകത്തില്ല. അവള് പറഞ്ഞതൊക്കെ കേട്ടല്ലോ. എടാ നീ പോണ്ട. അമ്മ കാണും, ഞാൻ വരും. ഞാൻ വരും. മോനെ, പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ കാണുമ്പോഴേലും നീ വരണം. ആ മോനെ, ഞാൻ തേണ്ടി ഇവിടെ ഒരു അമ്പലത്തിന്റെ ആർച്ചിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വഴിയൊന്ന് പറയാവോ? അവിടെ കുറച്ചുകൂടെ പോകുമ്പോ ഒരു കയറ്റം ഉണ്ടല്ലോ. അപ്പൊ ആ കയറ്റം കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒറ്റനില വീടാ. ഓക്കെ. ആ ആ ശരി, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാവേ. ആ ശരി എന്നാ. ആ ശരി മോനെ, ഓക്കെ. ആ ഇതാ മോൻ ആദ്യമോ പറഞ്ഞ വീടിതാ. വീട്ടിലോട്ട് കയറി പോവാം. വീട് ഹലോ ചേച്ചി, ഞാൻ ആദ്യമോന്റെ അമ്മയാ. ആദ്യയുടെ അമ്മയാണോ? കേറി വാ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. പിന്നെ മോനെ ഞാൻ വിളിച്ചു. കേറി വാ. ഇതേ ചൂടേ. ഓ നല്ല ചൂടാ ചേച്ചി, ഞങ്ങളവിടെ നല്ല ചൂടാ. അതേണ്ട ഇത് ഞാൻ അങ്ങ് പോകാൻ നിൽക്കുന്നില്ല. അയ്യോ, പോവാനോ? മഴയൊക്കെ ആയാലും എന്ത് ചെയ്യും? അപ്പൊ ഇത് മോന്റെ കൊടുത്തേക്കണം. അവൻ ഇപ്പഴേ പുറത്തോട്ട് ഇറങ്ങി. ഓ ശരി. നാട്ടിൽ വന്ന് ഇനി നാളെ പോവല്ലേ. ഓ, ശരി, അപ്പം ശരി. കുഞ്ഞമ്മയുടെ മോനെ തിരക്കെന്ന് പറ. പറഞ്ഞേക്കാം. അമ്മ വന്നെന്ന് പറഞ്ഞേ. ശരി ശരി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി മോളെ, എടുത്ത് വെച്ചേക്കാം. ശരി എന്നാ. ഓക്കെ ശരി ചേച്ചി. ഇടയ്ക്കൊക്കെ ഇറങ്ങ, വീട് ഇപ്പൊ അറിയാവല്ലോ. എന്താ തീർച്ചയായും. ആദ്യമോ എപ്പോഴും വിളിക്കും ഇവിടെ. ഓക്കെ ശരി. ഓക്കെ ഓക്കെ ശരി. ചേച്ചി എന്തോ എന്റെ ഫോൺ ദേണ്ട ഫോൺ വെച്ചിട്ടങ്ങ് പോയി. ഞാൻ താഴെ ചെന്നപ്പോഴാ. ഒരു കാര്യം ചെയ്യ്, ഇത്ര ക്ഷീണിച്ചല്ലേ, നമുക്ക് ചോറ് കഴിച്ചിട്ട് പോയെന്നാ. വേണ്ട ചേച്ചി. അതാരാ അവിടെ തുടക്കുന്നേ? അത് ഇവിടുത്തെ ജോലിക്കാരിയാ, അറിയാവോ? കണ്ട് നല്ല പരിചയം തോന്നിക്കുന്നു. ലതികയ്ക്ക് അറിയാവോ? ഇല്ലേ? ഇനി വന്നേ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അമ്മയ്ക്ക് എന്നെ അറിയാവോ? മനസ്സിലായോ? അമ്മയുടെ പേര് ലതികനാണോ? അമ്മ എന്താ ഇവിടെ നിൽക്കി? ഇവിടെ ഈ ഒരു അവസരത്തിൽ ഞാൻ അമ്മയെ കണ്ട. അമ്മയ്ക്ക് 2 വർഷമായി ഇവിടെ ജോലിക്ക് നിൽക്കുക. അമ്മയ്ക്ക് അപ്പൊ ഒട്ടും മനസ്സിലായില്ല. നീ സൂക്ഷിച്ച് നോക്കിയേ. കണ്ണ് മറക്കുന്നതേ ഉള്ളോ? നിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. മോളെ, ഇത്ര കാലം എവിടെയായിരുന്നു നീ? എന്നെ കാണാൻ വരാതെ പറഞ്ഞിട്ട്. എന്റെ മോൻ ഇപ്പൊ എനിക്ക് ഗൾഫിലാവുന്ന കുറച്ച് സാധനം അവന്റെ കൂട്ടുകാരന്റെ അമ്മയായിരുന്നു. അവന്റെ കൂട്ടുകാരന്റെ വീടായിരുന്നു. അമ്മ വാ നമുക്ക് പോവാം. ഇല്ല അമ്മ വാ. അമ്മ എന്താ ഇവിടെ എത്തിയേ? ഇതാരാ മോളെ നിന്റെ? എന്റെ അമ്മയാ. അമ്മയാണോ? അതെ. അമ്മ എന്താ ഇവിടെ എത്തിയേ? അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. എന്നിട്ട് അവള് അമ്മയെ കൊണ്ട് തള്ളിയായിരിക്കും. സ്വത്തല്ല എഴുതി കൊടുത്തു. എന്നിട്ട് ആകെ ഇത് മാത്രമുള്ള എനിക്കായിട്ട്. സാരമില്ല, അമ്മ എൻ്റെ കൂടെ പോയി സാധനം എല്ലാം എടുക്കും. നമുക്ക് എനിക്ക് ആരുമില്ല, ഞാൻ തന്നെയുള്ളൂ. മോൻ ഞങ്ങൾ ഗൾഫില്ല, അപ്പൊ ഞാൻ തന്നെയുള്ളൂ. എന്തോ ജോലിയാ? അവൻ അവിടെ IT കമ്പനിയിലെ മാനേജരാ.
അമ്മ വാ അമ്മ നമുക്ക് പോയി നമുക്ക് രണ്ടുപേർക്കും കൂടെ അന്ന് ഞാൻ ഇറങ്ങിയതാ ആ ഒരു ഇറക്കം എൻ്റെ മോനെ ഞാൻ പഠിപ്പിച്ച് ഞാൻ ചെയ്യാത്ത ജോലിയില്ല ജോലി ചെയ്ത് ഞാൻ മണ്ണിൽ വരെ പോയി ഞാൻ അവനെ പഠിപ്പിച്ച് അവർക്ക് ഒരു നിലയായി വാ അമ്മ വാ നമുക്ക് പോകാം അമ്മ വാ വാ ഞാൻ ലതികെ ചെല്ല്. ഇത്രയും കാലം ഇവളെ ഞാൻ മനസ്സിലാക്കിയത്തോളം പറയുക. നീ ചെല്ല്. ഇനി നീ ഈ ജോലിക്കുള്ള അർഹതപ്പെട്ടവളല്ല. ഇനി നീ നിന്റെ കൊച്ചുമോന്റെ കൂടെയും മരുമോളുടെ കൂടെയും സന്തോഷത്തോടെ ജീവിക്കും. ചെല്ല്. പോയിട്ട് വാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരായിരുന്നു. ശരി, പോയിട്ട് വാ. പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കള